ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഓശാന ഞായറാണ്. അത് എന്താ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പള്ളി പോവാം. അപ്പൊ നമ്മള് ഫസ്റ്റ് പള്ളിയിലേക്ക് പോവാന്നുള്ളതാണ് കേട്ടോ. മുടിയൊക്കെ ആകെ അലമ്പായല്ലോ, ഒന്ന് ചീവി റെഡിയാക്കി തരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കിടന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നു, പള്ളീന്റെ അടുത്തേക്കായിട്ട് വന്നു കേട്ടോ. കാരണം കുർബാനന്റെ ടൈം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് 9:30 കുർബാന എന്ന് അറിയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളിവിടെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് എത്തി. അപ്പൊ 7 മണിക്ക് കുർബാന തുടങ്ങിയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ കുർബാന കഴിയട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. പള്ളീന്റെ കുറച്ച് താഴെയായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാവേ. അങ്ങനെ നമ്മള് പള്ളിയിലേക്കുള്ള വഴി തിരിഞ്ഞു കേട്ടോ. തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇപ്പൊ കുർബാന ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ലോഡ് വണ്ടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ചവിട്ടി കൊടുത്തോ, വണ്ടികളെല്ലാം അങ്ങ് പൊക്കോളും. അപ്പൊ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മേളിലേക്ക് കയറാവേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിട്ടോ. പള്ളിയുടെ പേര് മൗണ്ട് കാർമൽ ചർച്ച് അല്ലേ, ബസിലിക്ക. അതോ താഴെ അതിൻ്റെ ഒരു ചെറിയൊരു കുരിശുപള്ളി സംഭവമൊക്കെ മൂന്നാറിന്റെ ടൗണിന്റെ ഏരിയ ആണ്. നല്ല തിരക്കുണ്ടല്ലേ, അത്യാവശ്യം തിരക്ക്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്, നല്ല വെയിലും. അപ്പോൾ 9:30 കുർബാന തുടങ്ങുന്നത്. 9:15 ഉള്ളൂ. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ നമ്മൾ വരുന്ന പള്ളി വന്നത്. പിന്നെ നമുക്ക് കുർബാനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ കുരിശടിയിൽ നിന്ന് ആണ് ഓല തരുന്നത്. അപ്പോൾ ഓല തന്നിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വരുള്ളൂ കേട്ടോ. ഇതൊക്കെ രണ്ടുപേരും നടക്കണം. അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ ഓല കിട്ടി കേട്ടോ. അതെ, പിഞ്ഞാറ്റയ്ക്ക് ഇത് ഇവിടെ 2 ഓലയൊക്കെ കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. ലാൻസി ഇവിടുന്ന് ശുശ്രൂഷകളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളി കഴിഞ്ഞിറങ്ങിയില്ലേ. ആദ്യത്തെ അനുഭവമാണ് വേറൊരു പള്ളിയിൽ കൂടുന്നത്. യാത്രേന്റെ ഇടയ്ക്ക്. അതെ, അത് യാത്രേന്റെ ഇടയ്ക്ക് കേട്ടോ. നല്ലൊരു അനുഭവം അല്ലേ. അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാർ പള്ളിയിൽ വന്നിട്ട് ഓശാന ഓടുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തിട്ടോ. ഇതാണ് നമ്മൾ പോയ പള്ളി. നല്ല തിരക്കുണ്ട് ഇല്ലേ തന്നെ ഇന്ന്. പക്ഷെ ഇന്നലത്തെ അത്ര തിരക്ക് കാണുന്നില്ല. ഇല്ലേ, എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസുകളിൽ എത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ടൗണിൽ തിരക്കില്ലാത്ത. ഏകദേശം 10-10:30 അടുത്ത് ആയില്ലേ. അപ്പൊ പിന്നെ ആ ടൈം എന്തായാലും എല്ലാരും ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ടാവുന്ന ടൈമാണ്. അപ്പൊ ഇനി നമുക്ക് കൊച്ചിനൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണം. അത് കുറച്ച് കുറെ നേരമായി പള്ളിയിലെത്തി. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഓശാനയായിട്ട് ഇന്ന് പേരും മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല അല്ലേ, അടിപൊളി മഴയായിരുന്നു, ഇടിച്ചുത്തി മഴ അങ്ങനെ പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് സൈഡാക്കിയതാണ്, ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ 4 മണിയാവാനായിട്ടുണ്ട്. മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൂന്നാറിൽ KSRTC സൈറ്റ് സീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളൊരു പുതിയൊരു സംഭവമാണ്. അതായത് റോയൽ വ്യൂ ഡബിൾ ഡെക്ക് ബസ്. അപ്പോൾ നമ്മൾ അതിൽ ചെറിയൊരു യാത്ര പോവാണ്. അപ്പോൾ മേളിൽ നമ്മൾ നോക്കി സീറ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അതെ, തിരക്കില്ല. പക്ഷേ നമുക്ക് താഴെ തന്നെയാണ് കിട്ടിയത്. എന്നാലും നമുക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം പോവാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. നമ്മുടെ വണ്ടി ഇവിടെ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് സൈഡാക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ KSRTCയിലേക്ക് പോകാം. കാരണം മഴ ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളങ്ങനെ ഷോർട്ട് കട്ട് കേടുകയാണ് കേട്ടോ. കുഞ്ഞാറ്റെ, നമ്മൾ എങ്ങോട്ടാ പോണേ? ഷോർട്ട് കട്ട് വഴിയല്ല. വണ്ടി എങ്ങനെയാ? ശരി, ഡബിൾ ടക്കർ വണ്ടിയിലാണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം പാർക്കിങ്ങിൽ കിടപ്പുണ്ട്. അവിടെ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്. അതാണോന്ന് അറിയത്തില്ല. അതെ, അതിൽ ഏറ്റവും വലിയ താരമാണ് നമ്മൾ ഇന്ന് കേറാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് മൂന്നാർ വരുമ്പോ സൈറ്റ് സീയിങ്ങിന് ആളില്ല. പക്ഷെ ഞങ്ങള് പല സ്ഥലത്തു നിന്ന് ഒരു 10 പേരുണ്ടായിരുന്നു. എല്ലാരെയും കൂടി കൂട്ടി ഒരു ബസ്, ഒരു മിന്നൽ ബസ് അങ്ങ് എടുത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഒറ്റ പോക്കങ്ങ് പോയി. കൂടെ പോയി നോക്കാം. അതെ, ഇതെന്താ കുഞ്ഞാ? ഇതെന്തേ
അപ്പോൾ നമ്മള് ഈ ബസ്സിലല്ല പോകുന്നത്, നമ്മൾ അടുത്ത ബസ്സിലാട്ടോ. നമ്മളത് ഈ വണ്ടിയല്ല. അതായത് വേറെ കാര്യം ഞാൻ പറയട്ടെ, 9 മണിക്ക് 9:30. ആകെ 2 ബസ്സുള്ളൂ. പക്ഷെ 9 മണിക്കുണ്ട് 9:30 അതുപോലെ 12 മണിക്കുണ്ട് 12:30 4 മണിക്കുണ്ട് 4:30 നമ്മൾ 4:30 ബുക്ക് ചെയ്തേക്കുന്നത്. 4 മണിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ബുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ. അതന്നേരം ഫുള്ളായിരുന്നു ഏകദേശം. ആണോ? നോക്കാം മറ്റെന്തായാലും. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ. എല്ലാത്തിലും ഇത് തന്നെ സ്ഥിതി, മേളിൽ നിറച്ച ആളാണ് അല്ലേ? താഴെ ഇഷ്ടംപോലെ ആളുണ്ട്. നമുക്കപ്പോൾ താഴെ ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? അതും അറിയണല്ലോ. നമ്മുടെ KSRTC-ൻ്റെ. അങ്ങനെ നമ്മുടെ ബസ് എത്തി. നമ്മുടെ ബസ്സിനുള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ആൻസി, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? നമ്മള് ആകെ 6 പേരേ ഉള്ളൂ. മഴ പെയ്തില്ലേ, മഴ കൊണ്ട് കുറെ പേര് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴെയാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ അതിന്റെ മേളിൽ 400-ഉം താഴെ 200-ഉമാണ്. അപ്പൊ നമുക്ക് 400 കൊടുത്തിട്ട് നമ്മൾ കയറിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 400 രൂപയും കൂടി അടച്ചാലും മേളിലിരിക്കാം. പിന്നെ മഴ കാരണം എല്ലാരും ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ബാക്ടീരിയ. പേടിയായിരിക്കും അല്ലേ? എന്തോ അല്ല, ഇത് കുറെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് മേളിലേക്ക് പോവാം. കേട്ടോ, ഞാൻ പൈസ അടക്കട്ടെ. ഓക്കെ. താഴത്തെ സ്ഥലങ്ങളൊക്കെ മതിയോ? അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ താഴെ ഭാഗം വരുന്നത്. ഞങ്ങളെ ആദ്യം എടുത്ത നമ്പർ ഇതാ, ഏകദേശം ഇതായിരുന്നു കേട്ടോ. ഇത് രണ്ടുമായിരുന്നു ഞങ്ങൾ ഇരുന്ന സീറ്റ്. അത്യാവശ്യം നല്ല പാട്ടും നമുക്കൊന്ന് മേളിൽ പോവാം. അപ്പൊ പൈസ കൊടുക്കണ്ടേ? പൈസ പയ്യെ കൊടുത്തായിരുന്നു. തിരിച്ചു വരുന്നോളം വരെ സമയമുണ്ട് നമുക്ക്. 3 മണിക്കൂർ യാത്രയുണ്ട്. സീറ്റ് പറഞ്ഞോ? നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ പോകാം. നമ്മൾ എന്നിട്ട് ഇവിടെ തന്നെ വരും. കുഞ്ഞാറ്റയാണ് ഇന്ന് നമുക്ക് ബസ്സിന്റെ മേൽവശം കാണിക്കുന്നത് കേട്ടോ. കുഞ്ഞാറ്റ എല്ലാം പറയണേ. എവിടെ? എന്താണ് ഇവിടെ? അപ്പൊ ഒരാളും കൂടി ഇല്ലേ കയറാന്? പേരെങ്ങനെയാ? മുർഷിദ്. എവിടുന്നാ? കണ്ണൂരാ. ഞങ്ങൾ വയനാട്ടിൽ നിന്നാ. ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ വെച്ചാണ് പോവുക. ഏത് സീറ്റിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ആകെ 6 പേരാണുള്ളൂ. കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ടേ താഴേക്കൊന്ന് കാണട്ടെ. അമ്മേ, ഇത് തുറക്കുന്നില്ല. ഭയങ്കര തൊട്ട് ബാക്കിലുള്ള സീറ്റിൽ ഇരിക്കുന്നത്. അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. തുറന്നിരിക്കുന്നല്ലേ? ഓറിട്ട് ആട്ടുന്നുണ്ടോ? അടങ്ങിയിരുന്നു കേട്ടോ. മറ്റേ ബസ്സിന്റെ ഒക്കെ മേളിലിരിക്കുന്ന ഒരു ഫീല് അല്ലേ? മറ്റേ ബസ്സിന്റെ ഒക്കെ മേളിലിരിക്കുന്ന. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഹൈറ്റിലുള്ള ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ആണല്ലോ ഓടിച്ചോണ്ടിരിക്കണേ. അങ്ങനെയല്ല, നിങ്ങൾ ഇതിന് മുമ്പ് കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കേറിയിട്ടേ ഇല്ല. ശ്രീലങ്കയിൽ കേട്ടോ കുഞ്ഞാറ്റെ. ഇതേ മറ്റേ ബസ് പോലെ അല്ല. ഇതിങ്ങനെ ആട്ടരുത്, ഒലയും വണ്ടി വീഴും. താഴെയാണെ ആള് പോലും ഇല്ലാത്തതാ. താഴെയാണെ ആളും ഇല്ല കേട്ടോ. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ബാലൻസ് ആവുള്ളൂ. ഇതെന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കുന്ന കേട്ടോ. കുഞ്ഞാറ്റ വാ. താഴെയോ? എന്തിനു പോയതാ? ചുമ്മാ പോയതാ? ഇനി പോണ്ട. ഇത് ഫുള്ള് ചില്ലാട്ടോ. ഇവിടെ നടക്കുമ്പോ ആടുന്ന് നടന്നുണ്ട്. മേളും സൈഡും ഒക്കെ ചില്ലാട്ടോ. ഇതൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതുണ്ടോ, നമ്മള് മേളിലാണ് ഇരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ. ഒരു കാര്യം അറിയോ? ഇങ്ങോട്ട് ഇറങ്ങി ഭയങ്കര വെളിച്ചം. അതെ, ഇതുണ്ടോ മേളിലൊക്കെ ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് ലൈറ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റിനും ചില്ലാണ്. മൊത്തം നമ്മുടെ ഈക്കോ പോലെ തന്നെ. ചുറ്റിനും ചില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റോഡിലേക്ക് കയറുകയാണേ. ഇന്ന് മഴ ഇവരെ ചതിച്ചു എന്നാണ് ഇവര് പറഞ്ഞത്. കുറെ ആൾക്കാർ. ഞാൻ പറയട്ടെ ആൻസി, മഴയത്ത് വേണം പോവാൻ. അതല്ല, അത് ബോധമില്ലാത്ത ആൾക്കാരാണ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. ആ ഗ്യാപ്പ് റോട്ടിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, നോക്കി അവിടെ എത്തുമ്പോൾ നോക്കി കാണാം. ഇപ്പൊ ഇവിടെ ഒരു പാർട്ടീൻ്റെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നേലും ഒരു വളവൊക്കെ തിരിയുമ്പോൾ വല്ലാത്തൊരു ഫീല്. വളവൊക്കെ തിരിയുമ്പോഴേ വല്ലാത്തൊരു ഫീലാണല്ലോ. ഇതുണ്ട് കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ താഴെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഈ ചേട്ടന്മാരൊക്കെ ഉണ്ടോ, അവർക്ക് എത്ര താഴെയാണെന്നുണ്ടോ. അടിപൊളി. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ ബാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാറ് വന്നു കേട്ടോ, ബാക്കി മേടിക്കാനായിട്ട്. ഇതുണ്ടോ ഫുള്ള് ബ്ലോക്കാണ്. അവിടെയാണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക്.
അത്യാവശ്യം ബ്ലോക്ക് ആണ്. രാവിലെ തൊട്ട് ഫുള്ള് ബ്ലോക്ക് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇത് വേണ്ടി ആകാശത്തൊക്കെ വെള്ളം കിടക്കുന്നു. ആൻസിക്ക് വേറൊരു കാര്യം അറിയോ? ഇവിടെ കയ്യും നല്ലയും പുറത്തിടരുതെന്ന് എഴുതിയിട്ടില്ല. എന്താണെന്നറിയോ? പുറത്തിട്ട വേറെ വണ്ടിയൊന്നും വന്ന് തട്ടില്ലല്ലോ. കോമഡിയില്ലേ, നല്ല കോമഡി. ഇതിനെ പിടിച്ചു നിർത്തി. ഇതെന്താ ഇവിടെ പിടിച്ചിരിക്കുന്നത്? അവിടെ കൊണ്ടിരുത്ത്. ഇവിടെ ഇരിക്കുന്നില്ല അല്ലേ? ഇത് ഓരോ ബിൽഡിങ്ങിന്റെ ഒക്കെ മേളുവശം വരെ കാണാം. കണ്ടോ, ഇന്ന് ഫുള്ള് ഇവിടെ ബ്ലോക്ക് ആട്ടോ, ഒരു രക്ഷയില്ല. രാവിലെ തൊട്ട് ബ്ലോക്കാണ് എല്ലാ വണ്ടിയും. പക്ഷെ താഴെ കൂടി പോകുന്നതാണ് നല്ല രസമുണ്ട്. മരങ്ങളെ മാത്രം പേടിക്കേണ്ടതുള്ളൂ അല്ലേ? മരമൊക്കെ തട്ടി പോവാ. മരങ്ങളെ മാത്രം പേടിക്കേണ്ടതുള്ളൂ. അതെ, അതൊക്കെ നല്ല വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. മഴയും കൂടി പെയ്തുകൊണ്ട് പൊളി വൈബ്. ഇത് രക്ഷയില്ലല്ലോ, ടൗണിൽ കഴിയാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ NH85 കയറുകയാണ് കേട്ടോ. മധുരൈ, കുമളി, അതേപോലെ തന്നെ തേനി, പൂപ്പാറ റൂട്ടാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗ്യാപ്പ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, താഴേക്ക് വെള്ളം കണ്ടോ? സംഭവം എന്താണെന്നറിയോ? ഇന്നത്തെ മഴേൻ്റെയാണ്. ഫുള്ള് ബ്ലോക്ക് തന്നെയാണല്ലോ വരുന്നത്. ഇന്ന് നമ്മൾ രാത്രി ആവും കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി വെളിച്ചം. ഇപ്പൊ തന്നെ ഇരുട്ടായില്ലേ? ഇപ്പൊ തന്നെ ഇരുട്ടായി തുടങ്ങി. പക്ഷേ ഈ ഒരു ടൈമിലാണ് കാഴ്ച അടിപൊളി കേട്ടോ. കേട്ടോ, ഫുള്ള് ബ്ലോക്കാ. എല്ലായിടത്തും വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ട് പോവാണ്. ഫുള്ള് ബ്ലോക്കാട്ടോ. അങ്ങനെ ബ്ലോക്ക് എല്ലാം മാറി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല അടിപൊളി തണുപ്പ്, നല്ല കാലാവസ്ഥയായിട്ട്. കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല അടിപൊളിയായ ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല തണുപ്പ്, നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചാണ് കാണുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കുറേ അധികം കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ആ തണുപ്പ് നല്ല അടിപൊളിയാണ്. അത് മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ആ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഇവിടെയും വാഗമരങ്ങൾ ഉണ്ട് കേട്ടോ. കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ബ്രിട്ടീഷുകാർ വെച്ചതാണ്. നമ്മുടെ മൂന്നാറിന് ഭംഗിയേകാനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ ഭംഗി നന്നായിട്ട് തരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുന്നും മലകളെല്ലാം കയറി തുടങ്ങി കേട്ടോ. കോട നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് താഴേക്കൂടി ഇങ്ങനെ നമ്മളെ തഴുകി ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് ഈ തേയിലത്തോട്ടങ്ങളെല്ലാം കാണാനായിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടി നല്ല ഭംഗിയായി. നമ്മൾ വണ്ടി നിർത്തുകയാണ്. നമുക്കിവിടെ ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിന് വേണ്ടി നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇരുന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്കിവിടെ എവിടെ വാ. വല്യമ്മയ്ക്കൊന്ന് ഇറങ്ങണമെങ്കിൽ എന്തൊരു സമയം. ഇറങ്ങണമെങ്കിൽ വലിയ പാടാട്ടോ. എടി ഇങ്ങോട്ട് വാ. അവളവിടെ ഇരിക്കട്ടെ. വാ, വണ്ടിയൊക്കെ വരുന്നു. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് വ്യൂ. ലാൻസി, ഇതാണ് വ്യൂ. ഒരേ വൈബാട്ടോ. കൊച്ചു വൈബ് അടിക്കേണ്ട പ്രായമാണ്. കൊച്ചിന്റെ പ്രായം. കുഞ്ഞാനിങ്ങോട്ട് മാറിയേക്ക്. വണ്ടികളൊക്കെ കണ്ടുവാനും വരുന്നതാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. KSRTC സ്വിഫ്റ്റിൽ നിന്ന് അടിക്കുക. അതിൽ കയറിയിട്ട് മൂന്നാറിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതിൽ തന്നെ കാണിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയേക്കുന്ന സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ. അതൊക്കെ എൻ്റെ പൊന്നെ, ഇത് വല്ലാത്തൊരു വ്യൂ തന്നെ അല്ലേ? ഈ തേയിലയും കൂടി ആയതുകൊണ്ടേ ഇവര് നാലും നമ്മൾ രണ്ടും വിത്ത് കുഞ്ഞാറ്റ. ഈ ട്രിപ്പിലെ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ആണിത്. ആ പോയിന്റിൽ പിന്നെ എവിടെ നിന്നാലും ഫോട്ടോ പോയിന്റും ആണ്. അതെ, ആ തേയിലയൊക്കെ നിൽക്കുന്നുണ്ടോ? എന്നാ അടിപൊളിയായിട്ടാണുണ്ടോ? പറിച്ചാലോ? അല്ല, ഓരോന്നിനും പറിക്കാൻ പറ്റുന്ന രീതിയിൽ പാടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഇവിടെ പാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വഴി കിടക്കണതൊക്കെ ഇതെന്നാ ഇവിടെ ഒരാൾ പിണങ്ങി നിൽക്കും. കുഞ്ഞാ, എന്താ കുഞ്ഞാ?
എന്താ എന്താ പിണങ്ങിയോ? ഈ കൈവരിയോട് ചേർത്ത് നിർത്തുന്നതുകൊണ്ട് കണ്ടോ താഴേക്ക് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാട്ടോ. കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്കിൽ പോലും ഇവിടുന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൽ കൂടി എതിലേ പോയാലും വല്ലാത്ത ഭംഗി തന്നെയാണ്. അത് പിന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തിങ്ങനെ കിടക്കുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ്. ഈ ഗ്യാപ്പ് റോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ, ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആൻസിയും നേരത്തെ തീരുമാനിച്ചു, ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തതിൻ്റെ ആ ഒരു ഭംഗി അത് പറയാൻ തന്നെ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ആസ്വദിക്കണം അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു തണുപ്പും ഇതെല്ലാം അറിയണമെങ്കിൽ. അപ്പം അങ്ങനെ കോട വീണ്ടും കയറി തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്നവർ ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കില്ലേ, നല്ല തണുപ്പ്, കോട, ഫുൾ ടൈം ഇത് നമുക്കാകുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഡെയിലി പക്ഷേ നമ്മളിപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല ഡെയിലി ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവാം, ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തവരുണ്ടാവാം. ഈ തണുപ്പ് എന്ന് പറയുന്നത് ചെറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വളവൊക്കെ വളയുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. നമ്മൾ ഈ വണ്ടീൻ്റെ മേളിലിരുന്നിട്ട് വളവ് വളയുമ്പോഴേ നമ്മൾ സാധാരണ വണ്ടിക്കുള്ളിൽ, അതായത് താഴെ നമ്മൾ സാധാ ബസ്സിലിരുന്നിട്ട് വളയുന്ന ഒരു ഫീലല്ല. ഇതാ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടോൾ ബൂത്തും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ടോളാണ് കേട്ടോ. ഒരു ടോള് നമുക്ക് ഈ ട്രിപ്പിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി മേളിൽ തട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടേ ഉള്ളൂ. ഇപ്പോൾ ടോളൊക്കെ അടച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. ഏതാണ്ട് കുഴപ്പമില്ല കേട്ടോ. ടോൾ ബൂത്തിൻ്റെ ഇതൊക്കെ അത്യാവശ്യം ഹൈറ്റുണ്ട്. നമുക്കിനി ടോൾ അടച്ചിട്ട് നേരെ മുമ്പോട്ട് പോവാം. സർക്കാർ വണ്ടിയാണെങ്കിലും ടോൾ അടയ്ക്കേണ്ടടുത്ത് ടോൾ അടയ്ക്കാതെ രക്ഷയില്ലല്ലോ. അപ്പം നമ്മളങ്ങനെ ടോളെല്ലാം അടച്ചിട്ട് മുമ്പോട്ട് പോവാണ് കേട്ടോ. ഇതിൽ കൗതുകമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എല്ലാവരും നമ്മളെ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു വഴി കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു പോയിൻ്റാണ്. ഈ ലോക്ക് ഹാർട്ട് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വഴികളെല്ലാം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞാണ് കിടക്കുക. നല്ല ഭംഗിയാണ് വഴികളൊക്കെ കാണാനായിട്ട്. ഇവിടെ വണ്ടി നിർത്തുന്നില്ല, കാരണം നമ്മളാകെ 6 പേരേ ഉള്ളല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ വ്യൂ പോയിന്റിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ താഴെ മൊത്തം കാണുന്നത്. അവർ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മേളിലൊക്കെ ആയിട്ട് നിർത്തിത്തരാമെന്ന് സാറുമാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ 3ാമത്തെ മലയാട്ടോ, ചൊക്രമുടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പുറത്തുനിന്ന് ശരിക്കും ഇങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട്, ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൗണ്ട് ഉണ്ടോ, അതാണ് ലോക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. നിർത്തിയില്ല. ഈ മൂന്നാറിലെ ഏറ്റവും തണുപ്പ് വരുന്ന ഏരിയ ആണത്. ആണല്ലേ? വാ സാറ് പാട്ടിന്റെ ഹരത്തിൽ അവിടെ തന്നെ നിൽക്കുക, വരുന്നില്ല. വാ കുഞ്ഞാ വാ. നോക്കിയേ, ഈ ചൊക്രമുടിക്ക് താഴെ നമ്മുടെ KSRTC കിടക്കുന്നതാണ്. എന്നാ ലുക്കാന്ന് നോക്കിയില്ലേ, പൊളി, അടിപൊളി. ഇത് ശരിക്കും മൂന്നാർ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല അത്. ഇവിടുത്തെ വേറൊരു വ്യൂ ആണ്, വേറൊരു രസം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ചൊക്രമുടിയിൽ നിന്നൊക്കെ വണ്ടി മെല്ലെ എടുത്ത് പോവുകയാണ് കേട്ടോ. ഇവർ തന്നെ എല്ലായിടത്തും നിർത്തി തരുന്നതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും ഉള്ള സമയമുണ്ട്. അതുമാത്രമല്ല, ഈ ചൊക്രമുടിയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഈ താഴേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ, അടിപൊളി. ഇത്ര നേരം നമ്മൾ തേയില കണ്ട് ആസ്വദിച്ചെങ്കിൽ ഇനി നമുക്ക് ഫോറസ്റ്റിൻ്റെതായ ചെറിയ വൈബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നോക്കി താഴെയൊക്കെ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ റിസോർട്ടും ഹോം സ്റ്റേകളും അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ പോകുന്ന യാത്രയിൽ നമുക്ക് ഓറഞ്ച് തോട്ടവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ രാജാക്കാട് അങ്ങനെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്തത് ഒരു ചെറിയ കടകളുടെ ഒക്കെ അടുത്തായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പോൾ നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. ചെറിയ ചായയൊക്കെ കുടിക്കാം, ചായ സ്നാക്സ്. വണ്ടി ഈ കാണുന്നത് ഒരു കേവാണ്. കേവ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളൻ്റെ കേവാണ് കേട്ടോ. വാ പണ്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ, ഈ റോഡിന്റെ ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് റോഡ് പണിക്ക് വേണ്ടിട്ട് ഇവിടം വരെ ആയതാ. ഇതിന്റെ ഉള്ളിലേക്ക് ഓവർ പോകാൻ പറ്റില്ല. അല്ല, കുറച്ച് കയറാം. കല എങ്ങനെയാന്ന് വെച്ചാൽ കള്ളനല്ലേ,
മലയിൽ കള്ളൻ. മലയിൽ കള്ളൻ എന്ന് പറഞ്ഞൊരു കള്ളൻ ഉണ്ടായിരുന്നു. ആ പുള്ളി ഇങ്ങനെ വെച്ചാൽ കുറെ ആൾക്കാരിൽ നിന്ന് സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെയും 3-4 ഗുഹകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല അൻസി, ഇവിടുന്ന് പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുണ്ട്, ഇതിലേക്ക് കയറിപ്പോയി. ഇത് തമിഴ്നാട്ടിലേക്ക് പണ്ട് കയറി പോവായിരുന്നു കള്ളൻ. അതെ, പുള്ളി ഇവിടെ വന്ന് പള്ളിവാസലിലൊക്കെ ഒരു എസ്റ്റേറ്റിലായിരുന്നു പുള്ളി നിന്നിട്ടുണ്ടായിരുന്നു, തൊഴിലാളിയായിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റും. എന്നിട്ട് പുള്ളി ഇവിടെ കൊണ്ട് ഇതിനുള്ളിൽ കൊണ്ട് ഗുഹയിൽ ഒളിപ്പിച്ച് വെക്കുന്നതാണ് ഒരു ഐതിഹ്യം. പിന്നെ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിനെ പിടിച്ചേ. അതോ, അത് വവ്വാലിന്റെ സ്മെല്ല. എന്താ കാണിക്കണേ? കൊച്ചിന്റെ പുതിയ ചെരുപ്പിട്ട് കൊച്ചിന് ഓടാൻ തന്നെ അറിയുന്നില്ല കേട്ടോ. നോക്കിയേ, അടിപൊളിയില്ലേ? താഴേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി വ്യൂ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ചായയും കടിയും കഴിച്ചാലോ? നമുക്ക് ചായ കടിയില്ലെങ്കിൽ ഒരു കടിയെങ്കിലും കഴിക്കാം. പോയി നോക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. ഞാൻ ഉദ്ദേശിച്ച ഒരു കടിയില്ല, ആകെ മുളക് ബജി മാത്രമേ. മുളക് ബജി കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് ഇരുന്നിട്ട് വയ്യാണ്ടിരുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാനെനിക്കത് വേണ്ടാത്തതുകൊണ്ട് ചായ ഞങ്ങൾ കുടിച്ചില്ല. കുഞ്ഞാറ്റയ്ക്ക് തണ്ണിമത്തം മതി എന്നാണ്. കുഞ്ഞാറ്റ ഒരു പാത്രം തണ്ണിമത്തം മേടിച്ചു. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾ ഒരെണ്ണം അടിച്ചു മാറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ മലയിൽ കള്ളൻ്റെ ശരിക്കുള്ള പേര് വരുന്നത് തങ്കയ്യൻ എന്നാണ് കേട്ടോ. പുള്ളി അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് പാവങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പിൽക്കാലത്ത് പുള്ളീനെ പോലീസോ അതോ ഒരു തമിഴ് സ്ത്രീയോ കൊന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഗുഹയുടെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഓരോ ലൊക്കേഷനിലായിട്ട് നമുക്ക് ഇങ്ങനെ നിർത്തി കഥയെ നമുക്ക് പറഞ്ഞു. വേറൊരു കാര്യം എന്താ അറിയോ, ഇവിടെ ഭയങ്കര തണുപ്പ് അല്ലേ? അടിപൊളി തണുപ്പ്. കഴിഞ്ഞോ? ഇനി അത് കളഞ്ഞേക്ക്. അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, അത് അരച്ച് കളഞ്ഞു. ചായ കുടിക്കാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പക്ഷെ ചായ ഒന്നും ഞങ്ങൾ കുടിച്ചില്ല. കാരണം അവിടെ നല്ല കടികളൊന്നും ഉണ്ടായിരുന്നില്ല. മുളക് ബജ്ജിയാണ് ആകെ ഉണ്ടായിരുന്നൊരു കടി ഉണ്ടായിരുന്നത്. ഒരു മുളക് ബജ്ജി തിന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നല്ല എരിവായിരുന്നേ. അപ്പോൾ അത് വേണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇതുണ്ട് നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ച് വണ്ടികളൊക്കെ നിർത്തിയ ആൾക്കാർ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടേ. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഓറഞ്ച് തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നോക്കി, ഇത്ര നേരം നമ്മൾ തേയില കണ്ട പോലെയാണെന്ന് നോക്കി. കാട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി വന്നു കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടത്തിൽ തുള്ളി പോലും വെള്ളമില്ല. രാവിലെ അത്രയും നല്ല മഴ പെയ്തിട്ടും വെള്ളച്ചാട്ടത്തിലൊന്നും വെള്ളമില്ലെന്ന് പറയുമ്പോൾ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കില്ലേ. ഇത് പിന്നെ വേനൽക്കാലമാണ്. വേനൽ മഴ കിട്ടിയത് കൊണ്ട് മാത്രം വെള്ളച്ചാട്ടത്തിലൊന്നും വെള്ളം ഉണ്ടാവണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. തേയിലത്തോട്ടത്തിൽ നിറച്ച് കാറ്റാടിയും അതേപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് മരങ്ങളുമാണ് കേട്ടോ. ഓറഞ്ച് മരങ്ങളിൽ ചിലതിലൊക്കെ നല്ല കായ ഉണ്ടായിരുന്നേ. കാണിക്കാലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ മരമൊക്കെ പാസ്സായി പോയിട്ടോ. പക്ഷെ കുറേതിലൊന്നും കായും ഇല്ലാതെ തന്നെ മരങ്ങൾ നിൽപ്പുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാട്ടോ, ഈ പച്ചയില ഓറഞ്ച് നിൽക്കുന്നത് കാണാനായിട്ട്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. കാരണം ഓറഞ്ച് കളറാണ് അത് കാണുന്നത്. ആ താഴെയായിട്ട് കാണുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊക്കെ. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് തേയിലയും സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ചോക്ലേറ്റ്, തേയില, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പെരിയ കനാൽ ഫാക്ടറി. പെരിയ കനാൽ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ നിർത്തിത്തരും കുറച്ച് നേരത്തേക്ക്. നമ്മൾ തേയിലയൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇവരെല്ലാവരും വാങ്ങിയതാന്ന് പറഞ്ഞേ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഡാമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ലാസ്റ്റ് പോയിന്റ്. ഈ കാണുന്ന ഒരു ഡാമാണ് കേട്ടോ. ഇത് കരണ്ടിന് വേണ്ടി 1965 പണി കഴിപ്പിച്ച ഒരു ഡാമാണ്. ഇത് കരണ്ട് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുവേ. ഇതുണ്ടോ, കൊണ്ട് നിർത്തിയതുണ്ടോ, അറ്റത്തെത്തി ഇതുപോലൊക്കെ ഒരു ഫീല്. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് തേയിലയാണ്. ആൻസിയും കുഞ്ഞാറ്റയും വന്നില്ല കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇറങ്ങാൻ മടുത്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതായത് ഇവിടെ നിന്ന് എല്ലാ വർഷവും തിരിക്കുകയാണോ. ചിന്നക്കനാലിന് പന്നിയാർ എന്ന് പറയുന്നൊരു റിവറുണ്ട് കേട്ടോ. ആ റിവറിന് കുറുകെ പണിതേക്കുന്ന ഒരു ഡാമാണിത്. 1965 പണി കഴിപ്പിച്ച ഡാമാണ്. അതായത് വൈദ്യുതി ഉൽപ്പാദനം മാത്രമാണ് പുള്ളീൻ്റെ മെയിൻ ലക്ഷ്യം. ഒരു എർത്ത് ഡാമും കൂടിയാണ് കേട്ടോ. നോക്കി, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും 2 ദിവസം കിടക്കണം. നോക്കി, അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ യാത്ര അവസാനിച്ചു. ഇനി നമുക്ക് വെള്ളം തിരിച്ചു പോകാനുള്ള
സമയമായി കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. പൈസയ്ക്ക് എന്തായാലും നഷ്ടമൊന്നും വരില്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്നതിന് മുമ്പ് വന്ന് 4 മണിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ഇത്. അതും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അടിച്ചിരിക്കണതൊക്കെ ഹായ് ചിരിച്ചോണ്ടിരിക്കും അവിടെ. ഇതുണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറം കറക്റ്റ് കാണാം കേട്ടോ. കറക്റ്റ് ഫുള്ള് ചില്ലി കൂടി നോക്കുന്നൊരു ഫീല്. അപ്പുറത്തേക്ക് അല്ല, ചില്ല് തന്നെയാണ് മൊത്തത്തിൽ നോക്കും. അങ്ങോട്ടും മൊത്തത്തിൽ കാണാം. 2 ബസ്സും അതേപോലെ തന്നെ. അപ്പോൾ ആ പുള്ളിക്കാരൻ പോവുകയാണ്. ഇവിടെയൊക്കെ കോട കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ നമുക്ക് മെല്ലെ തിരിച്ചും. ഇവിടെ ഈ താഴെ ഓറഞ്ച് തോട്ടം കൂടി ഉണ്ട് കേട്ടോ. അതുണ്ടോ, ഇങ്ങോട്ടൊക്കെ ആ കാണുന്നൊക്കെ ഇതൊക്കെ ഓറഞ്ചാണ്. അതിൽ കായ അങ്ങനെ കാണുന്നില്ല. ഈ സൈഡ് മൊത്തം ഓറഞ്ച് തോട്ടമാണ്. ഈ തേയിലേൻ്റെ കൂടെ തന്നെ ഓറഞ്ച് തോട്ടമുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡബിൾ ഡെക്കർ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് നല്ല കാഴ്ചകൾ മാത്രമാണ് ഈ ഒരു ഗ്യാപ്പ് റോഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. എവിടെ നോക്കിയാലും തേയിലത്തോട്ടം. അത് പ്രത്യേകതരം കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മൾ തിരിച്ച് അതേ സെയിം റൂട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലേക്കൊന്ന് വന്നു കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ ബേക്കിലേക്ക് പോയേ ഞങ്ങളോട് ഫ്രണ്ടിൽ വന്നിരുന്നോളാം പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു അവസരം മുതലാക്കിയത് കേട്ടോ. അടിപൊളി. ഇവിടെ എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? സൂപ്പറല്ലേ? കുഞ്ഞാറ്റെ ഒന്ന് കരഞ്ഞു കേട്ടോ. അപ്പനും മോളും തമ്മിൽ ചെറിയൊരു അടി ഉണ്ടായി. അപ്പം അതിൻ്റെ കണ്ണുനീരാണ് കണ്ണി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. ഇരുട്ടാവാൻ തുടങ്ങിയെങ്കിൽ പോലും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ തേയിലത്തോട്ടമൊക്കെ ഇങ്ങനെ ചെറിയ കോടയൊക്കെ മൂടി എങ്ങനെ കിടക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയൊക്കെയോ ചെറിയ ചെറിയ വീടുകൾ, അതിൽ നിന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ലൈറ്റുകൾ എല്ലാം കൂടി കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഈ യാത്ര അവസാനിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിട്ടോ. കുഞ്ഞാറ്റ എങ്ങനെയുണ്ടായിരുന്നോ? സൂപ്പറായിരുന്നോ? കുഞ്ഞാറ്റേനെ അവിടെ കിടന്ന് ഒരേ ഡാൻസും പരിപാടിയൊക്കെ, ഒരേ കൂത്തുകളിയൊക്കെ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം അല്ലേ. ഇവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 4 പേരുണ്ട്. നമ്മൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മളെ വണ്ടി എവിടെ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ഈ റിക്കവറി വാനൊക്കെ കിടപ്പുണ്ടോ, തൂക്കിക്കൊണ്ട് പോയോ. പക്ഷേ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ അറിയാം, വണ്ടിക്കകത്ത് ഫുള്ള് പാട്ടായിരുന്നു. അതാണ് നമുക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറെയൊക്കെ നമുക്ക് വോയിസ് ഓവർ ആക്കാം. എൻജോയ് ചെയ്ത്. അതെ, അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെത്തിട്ടോ. നല്ല തണുപ്പ്. ഇന്നാണ് ഇന്നലത്തേനേക്കാളും തണുപ്പ്. ഇന്ന് ഉച്ച തൊട്ടുള്ള മഴയാ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. നല്ല മഴയും നല്ല ഇടിയും ഇടിവാളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ എഫക്റ്റ് ഇന്ന് രാത്രിക്ക് നല്ല ഉണ്ട്. അപ്പൊ അങ്ങനെ വണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൈഡാക്കി കേട്ടോ. അതൊക്കെ അവിടെയാണ് നമ്മുടെ മൂന്നാർ ടൗണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ ഇന്നലെ നിർത്തിയ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇന്ന് നിർത്തിയേക്കുന്നത്. ഇന്നിവിടെ വേറെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ദ കണ്ണൻദേവൻ ഹിൽസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ഇങ്ങനെ മൂന്നാറൊക്കെ വരുന്നവർക്ക് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതായത് 169 രൂപയുള്ളൂ. എന്ത് സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയാലും 169 രൂപ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട് വണ്ടി. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വരും കേട്ടോ, കിടക്കാൻ വേണ്ടിയുള്ള. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 ടീംസ് വണ്ടി എടുത്തപ്പോൾ തൊട്ടിങ്ങ് കിടന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കുഞ്ഞാറ്റ നല്ല ഉറങ്ങി. ഇവളിങ്ങനെ വെറുതെ ഏറ്റിരിക്കും. ഞങ്ങൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അല്ലേ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല തണുപ്പാണ് ആൻസി. മേളിൽ അടച്ചിട്ടില്ല ആൻസി. ഹിൽ ക്ലബ്ബ് ഇതുവരെ അടച്ചിട്ടില്ല. പോണോ? നോക്കിയേ, മേളിലൊക്കെ വെള്ളം വീണേക്കുന്നത്. അത് മഴേൻ്റെയാണ് കേട്ടോ. നീ ഇങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞ നീ മൈക്കൊന്നും വെച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട്. ആ, കുഞ്ഞാറ്റ കണ്ടോ, കുഞ്ഞാറ്റേൻ്റെ ഇഷ്ടപ്പെട്ട ടെഡിയാണ്. ടെഡി താല്പര്യമാണ് കൊച്ചിന്. അയ്യോ സോറി ലൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. സീനാവും.